ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഒരു ദിവസത്തിൽ എക്സ്പെർട്ട് ഒപ്പീനിയൻ നൽകാനായിട്ട് നമ്മുടെ ഈ ഷോയിൽ ഒപ്പമുള്ളത് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറും അഹല്യ ഫിൻ ഫോറക്സ് വൈസ് പ്രസിഡന്റുമായ അനീഷ് ചന്ദ്രൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ്. യെസ്, ഏതായാലും കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിന്റെ വളരെ വലിയൊരു മുന്നേറ്റം, ഒരു റെസിലിയന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു നമ്മൾ കണ്ടത്. ഇന്നും അതിന് സമാനമായി കൊണ്ട് നിൽക്കുന്ന ഒരു വിപണിയാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം 24,457 എന്നുള്ള ഒരു ഡേ ഹൈ ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. സാർ, ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു റീസൺസ്, ഈ ഒരു മാർക്കറ്റിന്റെ ഒരു മുന്നേറ്റത്തിന് ചുക്കാൻ പിടിച്ചിരിക്കുന്ന കുറച്ച് റീസൺസ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം തന്നെ ട്രേഡ് താരിഫ് വാർ സംബന്ധിച്ച അനിശ്ചിതത്വങ്ങളിൽ കുറച്ച് ഒരു ടെൻഷൻസ് ഈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും കുറച്ച് മയപ്പെടുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് വരുന്നത്. മറ്റൊന്ന്, വിദേശ നിക്ഷേപകരുടെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവാണ്. അതായത് ഈ 8 ദിവസത്തിനിടെ 32,465 കോടി രൂപയുടെ നിക്ഷേപമാണ് അവർ നടത്തിയിരിക്കുന്നത്. അടുത്ത പോയിന്റ്, കഴിഞ്ഞ ദിവസം വളരെ മികച്ചൊരു മുന്നേറ്റം റിലയൻസിന്റെ ഭാഗത്തു നിന്നും റിലയൻസിന്റെ Q4 ഉണ്ടായിട്ടുണ്ട്. റിലയൻസ് തന്നെയായിരുന്നു മാർക്കറ്റിനെ ഒന്ന് അപ്ടിക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ദുർബലമാകുന്ന ഡോളറാണ്. അതായത് ഡോളറിന്റെ വീക്കനിങ്. ഈ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് നിലവിൽ മാർക്കറ്റിനെ ഒന്ന് മുന്നോട്ട് നയിക്കുന്നത് എന്ന് തന്നെ പറയാം. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇനി എത്രമാത്രം മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. ഒപ്പം ഈ നിലവിലെ കാണുന്ന ഈ ഒരു ബുൾ റൺ അല്ലെങ്കിൽ ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്ടിക്ക് എത്രമാത്രം തുടരുമെന്നാണ് സാർ പ്രതീക്ഷിക്കുന്നത്? ഇത് നമുക്കൊരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ആൾറെഡി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, വേൾഡിൽ എല്ലായിടത്തും നിൽക്കുന്നുണ്ട്. ബട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആളുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് വളരെ സെൻറ്റിമെൻ്റലി പോസിറ്റീവാണ്. നമ്മളുടെ ഇക്കോണമിയിൽ സെൻറ്റിമെൻ്റലി പോസിറ്റീവാണ്. അതാണ് നമ്മൾ ക്രെഡിറ്റ് റേറ്റിംഗ് വഴിയും അപ്സൈഡ് അവർ ഇമ്പ്രൂവ് ചെയ്യുന്നതിലൂടെയൊക്കെ നമുക്ക് കാണുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കമ്പനീസ് അത് നല്ലൊരു റിസൾട്ട്, നമുക്ക് കുറേയൊക്കെ കൺസേൺസ് ഉണ്ടായിരുന്നു. നമ്മളുടെ റിസൾട്ട്സിനെ സംബന്ധിച്ച് നമുക്ക് കുറേ ആകാംക്ഷകളുണ്ടായിരുന്നു. അതെല്ലാം തന്നെ അവർ മാറ്റിവെച്ച് ഒരു മികച്ച റിസൾട്ട്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ കുറച്ചുകൂടെ നല്ല റിസൾട്ടുകൾ അനൗൺസ് എന്നത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രംപിൻ്റെ പോളിസി അതെല്ലാം തന്നെ ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമുക്കത് ഈസാവും എന്നതാണ് അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം വരുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഗ്ലോബലി നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്നത്. അവിടെ നിന്ന് FISൻ്റെ ഫണ്ട് ഫ്ലോ വരുന്നത്. അതേപോലെ തന്നെ ക്രൂഡിൻ്റെ പ്രൈസ് അത് കുറച്ച് താഴ്ന്നത് നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവാണ്. ഇപ്പോഴും അത് കുറച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പുൾ ബാക്കൊക്കെ വന്നെങ്കിലും കുറച്ച് താഴോട്ട് വരികയാണ്. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഇനി ഗോൾഡിൻ്റെയും കൂടെ പ്രൈസ് ഈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇക്കോണമിയിലേക്ക് ഫണ്ട് ഫ്ലോ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിരിക്കും. ഇനി ഇതോടൊപ്പം വേറൊരു കാര്യം, ഇന്നലെ നമ്മൾ കണ്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ MSCIയുടെ ഇൻഡെക്സ്, അത് എമർജിംഗ് ഇൻഡെക്സ് ആണ്. ആ ഇൻഡെക്സിൽ നമ്മളുടെ ചില കമ്പനീസ് അവർ ഇൻക്ലൂഡ് ചെയ്യും. നൈക്ക പോലുള്ള കമ്പനികൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. അത് മെയ് 13 വരും, എഫക്റ്റീവായിട്ട് ജൂണിലേക്ക് വരും. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ പാസീവായിട്ടുള്ള ഫണ്ട്സിൻ്റെ ഫ്ലോ ആണ് നമ്മുടെ ഇക്കോണമിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇതെല്ലാം വളരെ പോസിറ്റീവായൊരു സെൻറ്റിമെൻറ്റിൽ നിൽക്കുമ്പോഴും നമ്മൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉണ്ട്. എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ആ കൺസേൺസ് ഉണ്ട്. അത് എത്രത്തോളം ഔട്ട് ബ്രേക്ക് ആവും എന്നതാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. അനലിസ്റ്റുകളും വളരെയധികം കോഷ്യസ് ആണ് അതിൽ. ബട്ട് ലോങ് ടേണിൽ എല്ലാവരും പോസിറ്റീവാണ്. കാരണം GDPയുടെ എല്ലാ ഗ്രോത്തും തന്നെ വലിയ കുറവൊന്നുമില്ലാതെ തന്നെ എല്ലാവരും ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്ലുക്കാണ്. യെസ് സർ. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്വാർട്ടർലി നമ്പേഴ്സ് വളരെ പോസിറ്റീവാണ്. ഒട്ടുമിക്ക എല്ലാ ബാങ്കുകളുടെയും ഒക്കെ തന്നെ നെറ്റ് പ്രോഫിറ്റിൽ കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അനൗൺസ് ചെയ്ത യൂക്കോ ബാങ്ക്, RBL ബാങ്ക് അടക്കമുള്ള പ്രധാനപ്പെട്ട കമ്പനികളിൽ നമുക്കൊരു ബാങ്കിങ് ഓഹരികളിൽ ഒരു മുന്നേറ്റവും കണ്ടിട്ടുണ്ടായിരുന്നു. നിലവിൽ ബാങ്കിങ് ഓഹരികളുടെ കരുത്ത് തന്നെയാണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ നയിക്കുന്നത് എന്ന് തന്നെ പറയാം. 55,733 എന്നുള്ള ഒരു നിലവാരത്തിലാണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഇപ്പോൾ ഈ മിനിറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. 276 പോയിന്റുകളുടെ കൃത്യം 0.5% ഒരു മൂവ്മെന്റ് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ഈ ഒരു ക്വാർട്ടർലി നമ്പേഴ്സിന് അപ്പുറത്തേക്ക് ബാങ്കിങ് മേഖല കുതിക്കാനുള്ള ഒരു സാധ്യത എത്രമാത്രമാണ്? ഇത് ആൾറെഡി നമ്മൾ കണ്ടതാണ്. നമ്മളുടെ PSU ബാങ്ക്സ്, അതേപോലെ ബാങ്ക് നിഫ്റ്റിയിലുള്ള വലിയ മൂവ്മെൻറ്റ്സ്. നിഫ്റ്റി താഴോട്ട് പോയപ്പോഴും നമ്മളെ പിടിച്ചു നിർത്തിയിരുന്നത് ഒരു പരിധി വരെ ബാങ്കിങ് സെക്ടേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്കം ഈ എക്സ്പെക്റ്റേഷനിലാണ് ആ ബാങ്ക് നിഫ്റ്റി അവിടെ നിന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അവിടെ നിന്ന് മൂവ്മെൻറ്റ്സ് വന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം എല്ലാ PSU ബാങ്ക്സുകളും തന്നെ
വളരെയധികം നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സുകളാണ്. അവരുടെ മാർജിനൊക്കെ നല്ലതുപോലെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് കാണിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാങ്കിങ് സിസ്റ്റം നമ്മൾക്കുണ്ട്. പിന്നെ RBIയുടെ ഭാഗത്തുനിന്ന് ചില കൺസേൺസ് വെച്ചിരുന്നു, അല്ലെങ്കിൽ അൺസെക്യൂർഡ് ആയിട്ടുള്ള ലോൺസ് കൂടുന്നു. ഗോൾഡ് ലോൺ കമ്പനീസിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ എൻഡ് യൂസർ അത് ചെക്ക് ചെയ്യണം, എന്താ നമ്മളുടെ ലോൺ വിനിയോഗിക്കുന്നത് തന്നെ ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ അനലിസ്റ്റിൻ്റെ ഇടയിലെല്ലാം തന്നെ വളരെ കൺസേൺ ഉണ്ടായിരുന്നു. കാരണം ഇതെല്ലാം ഒരു MB കൂടുന്നതിലേക്ക് പോകുമോ അല്ലെങ്കിൽ ഒരു ആക്ഷൻസിലേക്ക് വരുമോ എന്നൊക്കെ. പക്ഷേ അതിനെല്ലാം മികച്ച രീതിയിൽ പ്രതിരോധിച്ചുകൊണ്ടാണ് നമ്മളുടെ ബാങ്കിങ് മേഖല ഇപ്പോൾ പെർഫോം ചെയ്യുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ വന്ന റിസൾട്ടുകളെല്ലാം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് മാർജിൻ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ്. അത് നെറ്റ് പ്രോഫിറ്റിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ അവരുടെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ RBI അതിൻ്റെ ഒരുപാട് ഗൈഡ് ലൈൻസ് കൊടുത്തത് കൊണ്ട് ആ ഓപ്പറേഷൻ എഫിഷ്യൻസി കൂടിയിട്ടുണ്ട്. ഇത് ഒരു ലോങ് ടൈം അസറ്റായിട്ട് തന്നെ ബാങ്കിന് നിലനിർത്തിക്കൊണ്ട് അവിടെ മാർക്കറ്റ് വൈഡൻ ചെയ്യുമ്പോഴേക്കും അത് നല്ലൊരു പ്രോഫിറ്റിലേക്ക് ഇനിയും ബാങ്കുകളെ കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനാണ് സാധിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ RBI ലിക്വിഡിറ്റിയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, ലിക്വിഡിറ്റി കൺസേൺസ് ഒന്നും ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും ക്രെഡിറ്റ് ഗ്രോത്തിലേക്ക് നമുക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു റിക്കവറിയിൽ നിന്ന് കയറി വരുന്നത് അല്ലെങ്കിൽ മണി ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് ഒരു ക്രെഡിറ്റ് ഗ്രോത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ബാങ്കിങ് കമ്പനികളെ സംബന്ധിച്ചോളം ഫിനാൻഷ്യൽ കമ്പനികളെ സംബന്ധിച്ചോളം പോസിറ്റീവാണ്. അപ്പോൾ ആ ഒരു ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സർ, അങ്ങനെയെങ്കിൽ ഈ ഒരു മുന്നേറ്റം എത്രമാത്രം വരെ പോകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്? ഇപ്പോൾ ഈ ഒരു ഹൈ ലെവൽസിൽ നിൽക്കുന്ന നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രധാനമായിട്ട് വാച്ച് ചെയ്തിരിക്കേണ്ട റെസിസ്റ്റൻസ് സോൺ ഏതൊക്കെയാണ്? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു 58,000 വരെയൊക്കെ ബാങ്ക് നിഫ്റ്റി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള 55 എബോ ട്രേഡ് ചെയ്യുമ്പോൾ അതെല്ലാം തന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. അപ്പോൾ 55 എബോ ആണെങ്കിൽ, ഒരു ടെക്നിക്കൽ പറയണം, 55 എബോ ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി പോസിറ്റീവാണ്. 58 എന്ന് പറയുന്നത് നിയർ ടൈം അല്ലെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ടുള്ള റെസിസ്റ്റൻസ് പോയിൻ്റാണ്. ഇവിടേക്ക് ബാങ്ക് നിഫ്റ്റി ഹെഡ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ടെക്നിക്കലി. അതിനെ ബാക്ക് ചെയ്യുന്ന ഒരുപാട് ഫണ്ടമെൻ്റൽ ന്യൂസുകൾ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. യെസ് സർ, ഇനി ഞാൻ സെക്ടർ സ്പെസിഫിക്കിലേക്ക് പോവുകയാണ്. എസ്പെഷ്യലി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഓട്ടോ മേഖലയിൽ നമ്മൾ ഒരു മുന്നേറ്റം കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നും ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലാണ് സൂചിക നിൽക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു ഓട്ടോ മേഖലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ താരിഫ് ഇളവുകളിൽ അല്പം വാഗ്ദാനം ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പ്രധാനമായിട്ടുള്ള കമ്പനികളുടെ Q4 റിസൾട്ടുകൾ വരാനിരിക്കുന്നു. വന്ന റിസൾട്ടുകളിലൊക്കെ തന്നെ ഒരു മിക്സഡ് ആയിട്ടുള്ള വ്യൂ ആയിരുന്നു നമ്മൾ കണ്ടത്. ഈ ഒരു ഓട്ടോ മേഖലയെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിന്റെ ഒരു വ്യൂ എങ്ങനെയാണ്? ഇപ്പോഴത്തെ ഓട്ടോ മേഖല, കാരണം ബാങ്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ഓട്ടോ സെഗ്മെന്റാണ്. ക്രെഡിറ്റ് ഗ്രോത്തിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസും അവർ തന്നെയാണ്. അത് കഴിഞ്ഞാണ് നമ്മൾ നിർമ്മാണ മേഖലയൊക്കെ വരുന്നത്. അപ്പോൾ ഈ അടുത്തൊരു ബാങ്കിങ്ങിൽ ക്രെഡിറ്റ് ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും ബെനിഫിഷ്യറി ആകാൻ പോകുന്ന ഒരു സെക്ടറാണ് ഓട്ടോ സെക്ടർ. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് ഇൻഫ്ലോസ് വരാനുള്ള സാധ്യതയാണ് ഞാനിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ കമ്പനികൾ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ ഗവൺമെൻറ് കുറച്ച് സഹായങ്ങൾ കൊടുക്കും. ഇൻസെൻറ്റീവ് പാക്കേജുകളൊക്കെ മുമ്പൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഒരു റിക്കവറിയിലേക്ക് വരുന്നത് കൊണ്ട് ഇക്കോണമിയിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ ഗവൺമെൻറ്റിൻ്റെ പാക്കേജുകൾ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സെക്ടർ വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ പെർഫോം ചെയ്യും. നമ്മൾ ഒരുപാട് കൺസേൺസ് ഉണ്ട്. കാരണം എമർജിങ് ആയിട്ട് വരുന്ന EV മേഖല, അതിനെല്ലാം ഗവൺമെൻറ് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഈ എത്രത്തോളം ഫണ്ടിങ് ഇതിലേക്ക് വരുന്നുണ്ട്. ഇതിപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ വേറൊരു ന്യൂസ് കണ്ടത്, ഇലക്ട്രോണിക് സെഗ്മെൻറ്റിൽ നമ്മുടെ ചൈനീസ് കമ്പനികളുടെ പാർട്ടിസിപ്പേഷൻ, അത് ഗവൺമെൻറ് ഒരു വളരെയധികം സ്ട്രാറ്റജിക് ഒരു പോയിൻ്റ് ന്യൂസായിട്ടാണ് വിട്ടിരിക്കുന്നത്. കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നു. പക്ഷേ ആ ഒരു സംഭവം, കാരണം 26% ഒരു പാർട്ടിസിപ്പേഷൻ കൊടുക്കുകയാണെങ്കിൽ എത്രത്തോളം ഫണ്ട് ഇന്ത്യയിലേക്ക് വരും. കാരണം നമ്മളൊരു വലിയ മാർക്കറ്റാണ് ഇലക്ട്രോണിക് ആയിരുന്നാലും അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ടുള്ള ഓട്ടോ, അതേപോലെ അലൈഡ് സെക്ടർ ആയിരുന്നാലും. അപ്പോൾ ഈ ഒരു ഫണ്ട് എത്രത്തോളം ഇന്ത്യയിലേക്ക് വരുമെന്നുള്ളത് നമുക്ക് തന്നെ അറിയാം, അത് ബാക്കിയുള്ള കമ്പനികൾക്കും അറിയാം, ക്രെഡിറ്റ് അനലിസ്റ്റ്. ഇങ്ങനെ ഒരു സംഭവം അത് ട്രൂ ആയിട്ട് വരികയാണെങ്കിൽ അത് ഇമീഡിയറ്റ്, കാരണം ഒരുപാട് ബാക്ക് ചെക്കുകൾ ഇതിന് വേണ്ടി വരും, ഗവൺമെൻറ് ഒരുപാട് വർക്കുകൾ ഇതിനൊക്കെ നടത്തേണ്ടി വരും. അതേ കഴിഞ്ഞ് അത് ഇമീഡിയറ്റ് നടപ്പാക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഒരു ഇൻഫ്ലോ ആയിരിക്കും ഈ സെക്ടറിലേക്കും വരുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ റിക്കവറി ആയിട്ട് വരുന്നതാണ്. നമ്മൾ TVSൻ്റെ കഴിഞ്ഞ ദിവസം വന്ന റിസൾട്ട് വളരെയധികം പോസിറ്റീവായിരുന്നു. ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലും ഞാൻ എല്ലാ കമ്പനികളിലും ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഈ ഒരു സെക്ടറിൽ ആൾട്ടോത് നോക്കിക്കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു വ്യൂ ആണ് ഇപ്പോൾ ഉള്ളത്. ബട്ട്
ഇനി അത് പോസിറ്റീവിലേക്ക് മാറാനുള്ള സാധ്യത നമുക്ക് കാണാം. സാർ, നമ്മൾ ബാങ്കിങ് അതോടൊപ്പം തന്നെ ഓട്ടോ മേഖലയെ കുറിച്ച് സംസാരിച്ചു. ഇനി IT മേഖലയിലേക്കാണ് പോകുന്നത്. ഇന്നൊരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലാണ് സൂചികയുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളും ബാക്കിയുള്ള സെക്ടറിലൊക്കെ തന്നെ നമുക്കൊരു മുന്നേറ്റം കണ്ട സമയത്ത് IT സൂചികയായിരുന്നു ഒരല്പം വേറിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇന്ന് സൂചിക അതേ ഒരു രീതി തന്നെയാണ് പിന്തുടരുന്നത്. ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോട്ടിലേക്ക് പോകുന്നു. ബുധനാഴ്ച ആഗോളതലത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റയും മൈക്രോസോഫ്റ്റും ക്വാൽക്കം വ്യാഴാഴ്ചയാണ് റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിളും ആമസോണുകളും ഒക്കെ തന്നെ റിസൾട്ട് വരുന്നുണ്ട്. ഈ ഒരു റിസൾട്ടുകളൊക്കെ തന്നെ ഇന്ത്യൻ IT മേഖലയിൽ കൂടി പ്രതിഫലിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും ഈ ഒരു സെഗ്മെന്റിന്റെ ഒരു പെർഫോമൻസ് ചാർട്ട് പരിശോധിക്കുന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാ സൂചികകളും ഇടിവ് ഒരു മിക്സഡ് ആയിട്ടുള്ള വ്യൂ നൽകിയിരുന്ന സമയത്ത് ഏറ്റവും അധികം ഇയർ ടു ടിൽ ഡേറ്റിൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് IT സൂചിക തന്നെയാണ്. ഇടിവ് 18% കടന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു നെഗറ്റീവ് പെർഫോമൻസിന് അല്ലെങ്കിൽ ഈ ഒരു അണ്ടർ പെർഫോമൻസിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കാരണം സെപ്റ്റംബർ തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കറക്ഷൻ IT സൂചിക ഓൾറെഡി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് സാർ? IT-യിൽ ഇപ്പോഴും ഡൗൺ തന്നെയാണ്. കാരണം നമ്മളെ എക്സ്റ്റേണലി ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മേഖലയാണ് IT എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഗ്ലോബലി ഉണ്ടാകുന്ന ഈ നമ്മുടെ താരിഫുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ ഇഷ്യൂസൊക്കെ തന്നെ ഇമീഡിയറ്റ് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം ഒരു കൺസേൺഡ് ഒരു ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ എല്ലാ ഒരു ട്രേഡ് അസോസിയേഷനോ മാത്രം ഇത് അഡ്രസ്സ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ മേഖലയിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊന്ന് വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. പല കമ്പനികളും ഇപ്പോൾ നമ്മൾ ടാറ്റ ടെക്നോളജിയിലൊക്കെ ഉണ്ടായിരുന്ന സ്റ്റേക്കുകൾ കുറയ്ക്കുന്നു എന്ന് നമ്മൾ ആൾറെഡി ന്യൂസുകൾ കണ്ടതായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളതൊന്ന് കോഷ്യസ് ആയിട്ടിരിക്കുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എഗെയിൻ വാല്യുവേഷൻസ് വളരെയധികം ഹൈ ആയിരുന്ന ഒരു സെക്ടറായിരുന്നു നമുക്ക് IT സെക്ടർ. അപ്പോൾ അവിടെ നിന്ന് അത് വാല്യുവേഷൻ ഫെയറിലേക്ക് വരുന്നുണ്ട്. ആ ഫെയർ വാല്യുവേഷനിൽ എത്തുന്നതിന് ശേഷവും റിക്കവറിയൊക്കെ വരുന്നത് വരെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ന്യൂസ് സ്പെസിഫിക് ഒരുപാട് കൺസേൺസും കാര്യങ്ങളും വരുന്നത് ഈ മേഖലയെ സംബന്ധിച്ച് ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ഒരുപാട് നെഗറ്റീവ് ന്യൂസുകൾ വന്ന് അതെല്ലാം പ്ലേ ഔട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കൊരു ഫെയർ വാല്യുവേഷനിലേക്ക് ഈ സെഗ്മെൻറ്റ് തന്നെ വരുന്നത്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഇങ്ങനെ ഫെയർ വാല്യുവേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഫ്രണ്ട് ലൈനായിട്ടുള്ള നമ്മുടെ ഇൻഫോസിസും TCS ഒക്കെ പോലുള്ള കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരും എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ നിഷ് സെഗ്മെൻറ്റുകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മറ്റ് കമ്പനികൾ, ഞങ്ങളുടെ നെറ്റ്വർക്കിംഗ് മേഖലയിലായിരുന്നാലും ഇങ്ങനെയൊക്കെയുള്ള കമ്പനികളിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ ഒരു വ്യൂ. യെസ്, ഏതായാലും നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക്കിലേക്ക് തന്നെ പോകാം. സാർ, കഴിഞ്ഞ ദിവസങ്ങളിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നമ്പേഴ്സാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഒരു 4% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഗ്രോസ് NPAയും നെറ്റ് NPAയിലും കാര്യമായിട്ടുള്ള ഒരു ചേഞ്ചസ് കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്, ബാങ്കിങ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അസറ്റ് ക്വാളിറ്റി മെച്ചപ്പെടുന്നു എന്നുള്ള ഒരു അനുമാനത്തിലേക്കാണ് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. ഇന്ന് സെൻട്രൽ ബാങ്കിന്റെ ഓഹരികളിലേക്ക് വന്നു കഴിഞ്ഞാൽ 1% കൂടുതലുള്ള ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ 100 രൂപയിൽ താഴെയുള്ള ഓഹരികളിൽ ഒന്നാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥിരം ഈ ഒരു സ്റ്റോക്കിനെ ഫോളോ ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സെൻട്രൽ ബാങ്കിന്റെ ഓഹരികളെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും ഇത് ഒരു കമ്പനി ഏറ്റവും മോശമായ കുറേ കാലങ്ങളിൽ പെർഫോം ചെയ്തിരുന്ന ഒരു ബാങ്ക് ആണ് നമ്മളുടെ ഈ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. അതിൽ ഓരോ സ്റ്റെപ്പ് എടുത്ത് ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്ന് അതിൽ പോസിറ്റീവായിട്ട് വരുന്നു എന്നത് പറയുന്നത് വളരെയധികം സന്തോഷകരമായ കാര്യമാണ്. കാരണം ഒരുപാട് സ്റ്റെപ്സ് എടുത്ത ഒരു കമ്പനിയാണ് ഈ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അതിനെ ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് കൊണ്ടുവരാനും അതേപോലെ തന്നെ പോസിറ്റീവിലേക്ക് വരാനും. ഇപ്പോൾ നമ്മൾ കാണുന്നത് നെറ്റ് ഇൻകത്തിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്, പക്ഷേ പ്രോഫിറ്റബിലിറ്റി കൂടിയിട്ടുണ്ട്. നെറ്റ് MBAയിൽ കുറവ് വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ അവർ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി, അവർ അസറ്റ് ക്വാളിറ്റി കൂട്ടുന്നതിലേക്ക് വളരെ ബോധപൂർവമായ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എഫേർട്ടിന് കിട്ടിയ ഒരു റിസൾട്ടാണ് അത്. നമ്മൾ കുറച്ച് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കുറഞ്ഞെങ്കിൽ പോലും അടുത്ത ക്വാർട്ടറുകളിൽ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യുമ്പോഴേക്കും അതൊക്കെ കവർ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പോസിറ്റീവായിട്ട്, കാരണം ഒരുപാട് ഡൗൺ സൈഡ് വന്നു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ 100 രൂപയിൽ താഴെ ഉള്ളത് കൊണ്ട് ഒരുപാട് പാർട്ടിസിപ്പേഷൻസ് നമുക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻസ് കാണാൻ കഴിയുന്ന ഒരു ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വാല്യുവേഷനിലേക്ക് വരുമ്പോൾ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു കമ്പനിയാണ്. അതിൽ മോർ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാനുള്ള സാധ്യത വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ എഫേർട്ടെല്ലാം തന്നെ അതിന് റിസൾട്ടായിട്ട് അടുത്ത ക്വാർട്ടറുകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയും.
മറ്റൊരു PSU ബാങ്ക് ആയിട്ടുള്ള യൂക്കോ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മാർക്കറ്റിൽ 3.5% കൂടുതൽ, കൃത്യം 4% ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എഗെയിൻ ഈ ഒരു സ്റ്റോക്ക് 31 രൂപ റേഞ്ചിലാണ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. സാർ, ഈ ഒരു ബാങ്കിങ് മേഖലയിലെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലേക്ക് 23% ഒരു അപ്പ് മൂവ്മെന്റ് ആണ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. ഒപ്പം ബാങ്കിന്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 33% മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നു. ഗ്രോസ് NPA പരിശോധിക്കുന്ന സമയത്ത് 2.91% നിന്നും 2.69% മെച്ചപ്പെടുന്നതായാണ് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലടക്കം കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം 4ാം പാദത്തിൽ യൂക്കോ ബാങ്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ബാങ്കിങ് ഓഹരിയെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മുടെ അഗെയിൻ ഇതൊരു PSU ഓപ്പറേറ്റിംഗ് ബാങ്ക്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മറ്റുള്ള ബാങ്കുകളെ തന്നെ, ബാങ്കിങ് സെക്ടറിലെ ആകെ തന്നെ ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ വളരെയധികം 23% നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നെന്ന് പറയുമ്പോൾ ടോപ്പ് ലൈനും അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി അവിടെ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡിലും, അത് സെയിൽസ് സൈഡിലും അതുതന്നെ ഓപ്പറേറ്റിംഗ് സൈഡിലും അവർ വളരെയധികം എഫിഷ്യൻസി ഇപ്പോൾ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ബാങ്കിൻ്റെ ഓഹരിയിൽ തീർച്ചയായിട്ടും പ്രൈസിൽ വളരെയധികം മൂവ്മെൻറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അത് അടുത്ത ദിവസങ്ങളിലൊക്കെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതെന്തായാലും ഒരു ലോവർ വാല്യൂവിലാണ് കിടക്കുന്നത്. ഒരു 31 എന്നൊക്കെ പറയുന്ന ലെവലിൽ നിന്ന് തീർച്ചയായിട്ടും മോർ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഇത് 50 ലെവലിലൊക്കെ ട്രേഡ് ചെയ്തിരുന്ന ഒരു സ്റ്റോക്സാണ്. അപ്പോൾ അത് ഫെയർ വാല്യൂയിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ഫ്രണ്ട് ലൈൻ സ്റ്റോക്സൊക്കെ തന്നെ അത് ഓവർ വാല്യൂഡ് ആകുമ്പോഴേക്കും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം വരാൻ പോകുന്നത് ഈ സെക്കൻഡ് ലൈൻ സ്റ്റോക്സുകളിലേക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മളത് വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു മൊമെൻറ്റം വരുമ്പോൾ ക്യാച്ച് ചെയ്യുന്നതായിരിക്കും നമുക്കത് നല്ലത്. 31 അല്ലെങ്കിൽ 30 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് സോണാണ്, നിയറസ്റ്റ് സപ്പോർട്ട് സോൺ. അത് 40 വരെയൊക്കെ പോകാനുള്ള സാധ്യത നമുക്ക് ഇതിൽ കാണാം. ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടുകൾ തന്നെ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് RBL ബാങ്കിന്റെ ഭാഗത്തു നിന്നും 10% കൂടുതൽ ഒരു മുന്നേറ്റം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സ്റ്റോക്ക് ആ ഒരു മുന്നേറ്റത്തിന് ശേഷമുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് മോഡിലാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. 204 രൂപ എന്നുള്ളൊരു നിലവാരത്തിൽ 1% കൂടുതൽ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. സർ, ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ 272 രൂപ എന്നുള്ളൊരു വില രേഖപ്പെടുത്തിയിരിക്കുന്നത് 2024 മെയ് മാസത്തിലാണ്. അവിടെ നിന്നും 20-ാം തീയതി ജനുവരിയിൽ ഈ ഒരു 2025 വർഷത്തിൽ തന്നെയാണ് സ്റ്റോക്ക് 146 രൂപ എന്നുള്ള ഒരു 52 വീക്ക് ലോയും രേഖപ്പെടുത്തിയിട്ടുള്ളത്. തുടർച്ചയായിട്ട് അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു റിക്കവറി മോഡിലേക്ക് സ്റ്റോക്ക് എത്തുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പഴയ പ്രതാപത്തിലേക്ക് ഈ ഒരു സ്റ്റോക്ക് തിരിച്ചെത്താനുള്ള ഒരു സാധ്യത എത്രമാത്രമായിരിക്കും? അവരുടെ പെർഫോമൻസ് എല്ലാം തന്നെ വളരെയധികം ഗുണകരമായിരുന്നു, അല്ലെങ്കിൽ അത് നല്ല മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പ്രൈസിൽ മൂവ്മെൻറ്റ്സ് കാണുന്നത് 170 എബോവ് എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു സോണിലാണ് അവർ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലത്തെ വലിയ മൂവ്മെൻറ്റ്സിന് ശേഷം ഇന്നൊരു റെസ്റ്റിംഗ് പോയിൻ്റ്, ഇന്ന് 1-2 ദിവസം ഒന്ന് റെസ്റ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ്. അത് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകളിലെല്ലാം സംഭവിക്കേണ്ടതാണ്. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള കറക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സ് ഫർദർ അപ്സൈഡിലേക്ക് പോകാനുള്ള സാധ്യത ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള കറക്ഷനെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. എന്തെങ്കിലും വാല്യുവേഷൻ അല്ലെങ്കിൽ നല്ലൊരു പ്രൈസ് ഒരു കറക്ഷൻസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റർ ചെയ്യുക. 170 എന്ന സപ്പോർട്ട് സോണിൽ നിന്ന് അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് സോൺ വെച്ചിട്ട് തീർച്ചയായിട്ടും നമുക്കത് എൻ്റർ ചെയ്യാം. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ 220, 240 ലെവലിലേക്കൊക്കെ ഇത് വരാനുള്ള സാധ്യത ഉണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ബാങ്ക് സെക്ടർ തന്നെയാണ്, ബാങ്ക് തന്നെയാണ് RBL ബാങ്ക്. യെസ്, ഏതായാലും സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടുകൾക്ക് ശേഷം ഈ ഒരു സ്റ്റോക്ക് ഒരു പോസിറ്റീവ് നോട്ടിലേക്ക് തന്നെയാണ് മാറുന്നത്. കഴിഞ്ഞൊരു ഇയർ ടു ടിൽ ഡേറ്റിൽ പല ബാങ്കിങ് ഓഹരികളിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഇടിവ് നമ്മൾ കണ്ടപ്പോൾ 29% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് RBL ബാങ്ക് എന്ന് പറയുന്നത്. 29.53% ഒരു പോസിറ്റീവ് റിട്ടേൺ ആണ് ഇയർ ടു ടിൽ ഡേറ്റിൽ RBL നൽകിയിരിക്കുന്നത് എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. സർ, മറ്റൊരു സ്റ്റോക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സ് കൈകാര്യം ചെയ്യുന്ന പരാദീപ് ഫോസ്ഫേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ന് സ്റ്റോക്കിൽ ഒരു 2.34% ഒരു മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്ക് പെർഫോമൻസിലേക്ക് വരുമ്പോഴും നേരത്തെ RBLന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഇയർ ടു ടിൽ ഡേറ്റിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്, 37% കൂടുതൽ. ഓക്കെ, ഈ പരാദീപ് ഫോസ്ഫേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ക്യാപെക്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അവർ അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ്.
ഒരുപാട് കപ്പാസിറ്റി അഡീഷൻസ് ഇപ്പോൾ ഒഡീഷയിൽ നല്ല ലാസ്റ്റ് ഒരു 4,000 crores-ൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ അവർ ആൾറെഡി വെച്ച് കഴിഞ്ഞു, അതൊക്കെ വരും. അതേപോലെ തന്നെ ഇത് 2018 ഇൻവെസ്റ്റ്മെൻറ്റ്സ് ക്യാപെക്സ് സ്പെൻഡ് ചെയ്ത് തുടങ്ങിയ ഒരു കമ്പനിയാണ്. അപ്പോൾ ആ കോവിഡിൻ്റെ കാലഘട്ടത്തിന് ശേഷമൊക്കെ അവർ ക്യാപെക്സിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിരുന്നു. അപ്പോൾ അതേപോലെയുള്ള ഒരുപാട് സ്പെൻഡ് ചെയ്യുന്ന അവരോട് കപ്പാസിറ്റി അഡീഷൻസ് നടത്തുന്ന ഒരു കമ്പനിയാണ് നമ്മൾ ഈ പാരദീപ് ഫോസ്ഫേറ്റ്സ്. ആ ഒരു വ്യൂവിലാണ് ഇത് കാണുന്നത്. ഇതൊരു ഗ്രോയിങ് കമ്പനിയാണ്. അപ്പോൾ ആ ഒരു വ്യൂവിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ഒരുപാട് അപ്സൈഡ്, ഞാൻ ലോങ് റണ്ണിൽ പറയുകയാണ്, ഒരുപാട് അപ്സൈഡ് നമുക്ക് വരാൻ സാധിക്കും. കാരണം ഒരു 4,000 crores-ൻ്റെ ഒരു പ്രോജക്റ്റാണ് ഒഡീഷയിലുള്ളത്. അതേപോലെ തന്നെ ഗോവ ഇതിൽ കപ്പാസിറ്റി അഡീഷൻസ് നടത്തുന്ന മറ്റുള്ള കമ്പനികളെ ചെറിയ ചെറിയ കമ്പനികളിലൊക്കെ ടേക്ക് ഓവർ ചെയ്ത കപ്പാസിറ്റി അഡീഷൻസൊക്കെ നടത്തുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഇത് ഒരു ഗ്രോയിങ് ഒരു കമ്പനി ആയിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ ഒരു കമ്പനിയിൽ അപ്സൈഡ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പറയാൻ കഴിയത്തില്ല, ബട്ട് വളരെയധികം ഫ്യൂച്ചറിൽ ഒരു വളരെയധികം പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട് ഒരു കമ്പനി. ഇപ്പോൾ ടെക്നിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ 120 above ആണ് അതിൻ്റെ ഒരു ബ്രേക്കൗട്ട് സാധ്യമായത്. അതിനുശേഷം അത് നല്ലൊരു മൂവ്മെൻറ്റ്സ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നു. വോളിയത്തിലും വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നു. അത് എനിക്ക് തോന്നുന്നു ഒരുപാട് പാർട്ടിസിപ്പേഷൻസ് ഇതിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു കമ്പനിയിലെ പ്രോസ്പെക്ട്സ് മനസ്സിലാക്കിയിട്ട് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു കറക്ഷൻസൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഷോർട്ട് ടൈം അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്സ് തന്നെയാണ് ഈ പാരദീപ് ഫോസ്ഫേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു വാച്ച് ലിസ്റ്റിൽ ഇട്ട് വയ്ക്കാം. അതേപോലെ തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്സാണ് പാരദീപ് ഫോസ്ഫേറ്റ്സ്. ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ വരുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു കറക്റ്റീവ് ആക്ഷൻസോ കാര്യങ്ങളോ വരുന്നത്. റിസൾട്ടൊന്നും ഇപ്പോൾ തന്നെ ഞാൻ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നില്ല, കാരണം ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റേജിലാണ്, കപ്പാസിറ്റി അഡീഷൻ നടത്തുന്ന സ്റ്റേജിലാണ്. അത് കഴിഞ്ഞായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൈസിൽ ഒരു ആക്ഷൻ വരുന്ന എന്നാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത്. സാർ, അതോടൊപ്പം തന്നെ നമ്മൾ ഹോട്ടൽ മേഖലയിൽ നിന്നും ലെമൺ ട്രീയിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ലെമൺ ട്രീ ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു മൂവ്മെന്റ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു മൂവ്മെന്റ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ലെമൺ ട്രീയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 1% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ഹോട്ടൽ സെഗ്മെന്റിൽ പൊതുവെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള വ്യൂ ആണ് കാണാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി ബനാറസ് ഹോട്ടലിലൊക്കെ 5% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇയർ ടു ടിൽ ഡേറ്റിലേക്ക് വരുന്ന സമയത്ത് ലെമൺ ട്രീയിൽ നമുക്ക് 7.89% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഹോട്ടൽ സെഗ്മെന്റിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മേഖല വളരുകയാണ്. അതിനനുസരിച്ച് അതിൻ്റെ സബ് സെക്ടറിലുള്ള കമ്പനികളിലും ആ ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ലെമൺ ട്രീ ഹോട്ടലിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ ഒരു സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിലുള്ള ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്തായിരിക്കും? ഞാനിത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ എല്ലാം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റേജിലുള്ള കമ്പനീസാണ്. നമ്മുടെ ഹോസ്പിറ്റൽ സെക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതെ, സ്മോൾ ടൗണിൽ ബി കാറ്റഗറി സിറ്റീസിലെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ്. അതിലേക്ക് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള നെയിംസുകളിൽ ഒന്നാണ് നമ്മുടെ ലെമൺ ട്രീ ഹോട്ടൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പനിയും തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രൈസ് ആക്ഷൻസ് തുടങ്ങിയിട്ടില്ല. ഇത് തുടങ്ങാനായിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺസ് അത് ഫോം ചെയ്യുന്നതേ ഉള്ളൂ. 160 ആണ് ഇപ്പോൾ ഇമീഡിയറ്റ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. 160 എബോ നല്ല ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നു വളരെ സ്പീഡിലുള്ള മൊമെൻറ്റ്സുകളായിരിക്കും അവിടെ വരാനുള്ള സാധ്യത. കാരണം ആ മൊമെൻറ്റം എന്ന് പറയുന്നത് വളരെ സ്പീഡായിരിക്കും. അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് പാർട്ടിസിപ്പേഷൻസ് വരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷനിൽ വളരെ കുറവാണ്. അപ്പോൾ ഒരു സ്ലോ പേസിൽ, ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് ഇപ്പോൾ നമുക്ക് ലെമൺ ട്രീയുടെ ചാർട്ട് നോക്കിയാൽ കാണാൻ കഴിയുന്നത്. അതേപോലെ അവരുടെ പ്രസൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ നോർത്ത് ഇന്ത്യ പോലെ തന്നെ സൗത്ത് ഇന്ത്യയിലേക്കും ഒരുപാട് പ്രസൻസ് വരുന്നുണ്ട്. അപ്പോൾ അവർ ജിയോഗ്രഫിക്കലി അവർ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ്, പിന്നെ അവർ ഓപ്പറേറ്റിങ്ങിൽ കുറേ വർഷമായിട്ട് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസിയിലും ആർക്കും വലിയ ഡൗട്ട്സ് ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ ജിയോഗ്രാഫിക്കലി എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ള ഏതൊരു കമ്പനിയുടെ സ്ട്രാറ്റജി തന്നെയാണ് ഇപ്പോഴും ഈ ലെമൺ ട്രീ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലുള്ള ഒരു എക്സ്പാൻഷൻ സ്റ്റേജിലുള്ള ഒരു കമ്പനിയിൽ പ്രൈസ് ആക്ഷൻ വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും. ആ ഒരു ഡിലേ ആണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇപ്പോൾ അതൊരു കൺസോൾട്ടേഷൻ സ്റ്റേജിലാണ്. അത് കഴിഞ്ഞുള്ള മൂവ്മെൻറ്റ്സ്, അത് 160 എബോ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ പോസിറ്റീവായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഒരു സ്റ്റോക്സ് തന്നെയാണ്. ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റേജിലാണ്. സർ, ഏതായാലും നമ്മുടെ മാർക്കറ്റ് ആരംഭിച്ചൊരു ആദ്യത്തെ 45 മിനിറ്റ്സ് പിന്നിടുകയാണ്. നമുക്ക് റിസർച്ച് ഡെസ്കിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് കൂടി എടുക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിനായിട്ട് ഇന്നിപ്പോൾ ജോയിൻ ചെയ്യുന്നത് നിഖിലാണ്. ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ.
ഏതായാലും മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത് ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലായിരുന്നു. അവിടെ നിന്നും 24,457 എന്നുള്ള ഒരു ഡേ ഹൈ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഒരു മുന്നേറ്റമുണ്ട് എങ്കിൽ പോലും രാവിലത്തെ അത്ര അഗ്രസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ബാക്കിയുള്ള സെക്ടേഴ്സിന്റെ ഒക്കെ അപ്ഡേറ്റ്സ് എങ്ങനെയാണ്? ജാസ്മിൻ പറഞ്ഞത് ശരിയാണ്. നിലവിൽ ഒരു നിഫ്റ്റി പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ഒരു 0.5% ഒരു നേട്ടം നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഏകദേശം 60 പോയിന്റുകൾക്ക് മുകളിലുള്ളൊരു നേട്ടത്തോടു കൂടി 24,391 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50 ഇപ്പോൾ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. എങ്കിൽ കൂടി നിഫ്റ്റി 50യിൽ ഈ അടുത്ത മിനിറ്റുകൾ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കണ്ടതാണ്, ചുരുക്കം ചില സമയങ്ങളിൽ നിഫ്റ്റി 50 സൂചിക നെഗറ്റീവായി മാറുന്നത് നമ്മൾ കണ്ടു. എന്നിട്ട് ഇപ്പോൾ ഒരു റിവേഴ്സായ ഒരു 0.5% ഒരു നേട്ടത്തിലേക്കാണ് നിഫ്റ്റി 50 ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 36 കമ്പനികൾ നിലവിൽ സൂചികയിൽ നിന്ന് അഡ്വാൻസ് ആയി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 14 കമ്പനികൾ മാത്രമാണ് നിഫ്റ്റി 50യിൽ നിന്ന് ഡിക്ലൈൻ ആയി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50യുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ മികച്ച ഒരു പെർഫോമൻസ് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 0.5%-1% ഇടയിലുള്ള ഒരു നേട്ടമാണ് നിഫ്റ്റി ബാങ്കിൽ ഉണ്ടാകുന്നത്. ഏകദേശം 200 പോയിന്റുകൾക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടത്തോടു കൂടി 55,625 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്ക് ഇപ്പോൾ നിൽക്കുന്നത്. നിഫ്റ്റി ബാങ്കിൽ നിന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും അഡ്വാൻസ് ആയി ട്രേഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പങ്കുവെക്കാനായിട്ടുള്ളത്. നിഫ്റ്റി 50യിലെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻഡസിൻഡ് ബാങ്കിന്റെ ഓഹരികൾ ഏകദേശം 1% മുകളിലുള്ള ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഡസിൻഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ശുഭകരമല്ലാത്ത പല വാർത്തകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പല വാർത്തകളും ലഭ്യമായിരുന്നു. അവരുടെ തലപ്പത്ത് പല മാറ്റങ്ങൾ ഉണ്ടായെന്നൊരു വാർത്തകളുമൊക്കെ ലഭ്യമായിരുന്നു. എങ്കിൽ കൂടിയും ഇപ്പോൾ ഒരു 1% ഒരു നേട്ടമാണ് ഇൻഡസിൻഡ് ബാങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അടുത്തായി ഭാരത് ഇലക്ട്രോണിക്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം 3% ഒരു നേട്ടമാണ് ഭാരത് ഇലക്ട്രോണിക്സ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഭാരത് ഇലക്ട്രോണിക്സിന്റെ ഭാഗത്ത് നിന്ന് മികച്ച ഒരു പെർഫോമൻസ് തന്നെ കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. ടാറ്റ മോട്ടോഴ്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1.25% മുകളിലുള്ളൊരു നേട്ടം, ട്രെൻഡിന്റെ ഓഹരികൾ 1.5% മുകളിലുള്ളൊരു നേട്ടവും കാഴ്ചവെക്കുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസിലെ നേട്ടം ഇന്നും ഇപ്പോൾ ഒരു 1.25% ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടമാണ് റിലയൻസ് ഇൻഡസ്ട്രീസിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. അടുത്ത ടോപ്പ് ലൂസേഴ്സിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഫാർമ കമ്പനികളായിട്ടുള്ള സിപ്ല, സൺഫാർമയാണ് നിലവിൽ നിഫ്റ്റി ലോസേഴ്സ് ലിസ്റ്റ് 1ാം സ്ഥാനത്തുള്ളത്. സൺഫാർമയുടെ ഓഹരികൾ ഇപ്പോൾ ഏകദേശം 1.5%, സിപ്ല ഓഹരികൾ 1% ഒരു ഇടിവും രേഖപ്പെടുന്നു. പവർ ഗ്രിഡ് നോക്കുകയാണെങ്കിൽ 0.5%, നെസ്ലെ ഇന്ത്യ FMCG കമ്പനിയായിട്ടുള്ള നെസ്ലെ ഇന്ത്യ 1.25%, ഗ്രാസിം ഇൻഡസ്ട്രീസ് 0.5% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്തായി നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 190 പോയിന്റുകൾക്ക് മുകളിലൊരു നേട്ടത്തോടു കൂടി 55,616 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്ക് ഇപ്പോൾ നിൽക്കുന്നത്. നിഫ്റ്റി ബാങ്കിലെ ഒരു ടോപ്പ് ഗെയിനറായിട്ട് നിലവിലുള്ളത് AU സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഓഹരികളാണ്. ഏകദേശം ഒരു 2.25% നേട്ടമാണ് AU സ്മോൾ ഫിനാൻസ് ബാങ്കിൽ കാണാൻ സാധിക്കുന്നത്. ഇൻഡസിൻഡ് ബാങ്ക് നോക്കുകയാണെങ്കിൽ 1.25%, പഞ്ചാബ് നാഷണൽ ബാങ്ക് 1.25% മുകളിലുമുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തുന്നു. ബാങ്ക് ഓഫ് ബറോഡ നോക്കുകയാണെങ്കിൽ 1.25%, കാനറ ബാങ്ക് 2% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നു. എങ്കിൽ കൂടിയും ബാങ്കിങ് കമ്പനികളുടെ ഭീമനായിട്ടുള്ള HDFC ബാങ്കിന്റെ ഓഹരികൾ നിലവിൽ 0.5% മുകളിലൊരു ഇടിവാണ് നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് സെക്ടേഴ്സിലേക്ക് കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ നിഫ്റ്റി FMCG, നിഫ്റ്റി ഫാർമ എന്നീ സെക്ടറുകൾ ഇടിവിലാണ് തുടരുന്നത്. മറ്റ് സെക്ടറുകളിലൊക്കെ ഒരു പച്ച തെളിഞ്ഞിരിക്കുന്നു. നിഫ്റ്റി ഓട്ടോ നോക്കുകയാണെങ്കിൽ 0.5% മുകളിലും, നിഫ്റ്റി എനർജി 0.25% മുകളിലുമുള്ളൊരു നേട്ടം കാഴ്ചവെക്കുന്നു. നിഫ്റ്റി FMCGയിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 182 പോയിന്റുകളുടെ ഒരു നഷ്ടത്തോടു കൂടി 56,436 എന്ന് പറയുന്ന ഒരു നിരക്കിലാണ് നിഫ്റ്റി FMCG ഉള്ളത്. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ പരിശോധിക്കുകയാണെങ്കിൽ 0.25% മുകളിലുള്ളൊരു ഇടിവ് കാണാൻ സാധിക്കുന്നു. നിഫ്റ്റി IT 0.5% മുകളിലുള്ളൊരു നേട്ടവുമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും മികച്ച ഒരു മൂവ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, മികച്ച നേട്ടം കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി PSU ബാങ്ക് സൂചിക തന്നെയാണ്. ഏകദേശം 1% മുകളിലുള്ള നേട്ടത്തോടു കൂടി 6,770 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി PSU ബാങ്ക് സൂചിക ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ പല ബാങ്കുകളും വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഇന്നിപ്പോൾ പാദഫലം മറ്റും ലഭ്യമായിരിക്കുന്ന യൂക്കോ ബാങ്കിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 4.5%-ഓളമുള്ളൊരു നേട്ടം യൂക്കോ ബാങ്ക് കാഴ്ചവെക്കുന്നു. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് 2%-ഓളം, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ 2.25% ഒരു നേട്ടം കാഴ്ചവെക്കുമ്പോൾ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ ഓഹരികൾ 3%-ഓട് അടുത്ത് നിൽക്കുന്ന ഒരു മികച്ച പെർഫോമൻസും നിഫ്റ്റി PSU ബാങ്ക് സെക്ടറിൽ നിന്ന് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. നിഫ്റ്റി ഓട്ടോയിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 0.5%-ഓളമുള്ളൊരു നേട്ടമാണ് നിഫ്റ്റി ഓട്ടോയിലുള്ളത്. 22,452 എന്ന് പറയുന്ന ഒരു നിരക്കിലാണ് നിഫ്റ്റി ഓട്ടോയിൽ നിലവിൽ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ടോപ്പ് ഗെയിനറായിട്ട് നിലവിൽ നിൽക്കുന്നത് ഭാരത് ഫോർജിന്റെ ഓഹരികളാണ്. ഏകദേശം 1.5% മുകളിലുള്ളൊരു നേട്ടം ഭാരത് ഫോർജ് ഓഹരി ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. ടാറ്റ മോട്ടോഴ്സിലേക്ക് കടക്കുകയാണെങ്കിൽ 1.5%-ഓട് ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടവും കാണാൻ വേണ്ടി സാധിക്കുന്നു. മറ്റ് കമ്പനികളായിട്ടുള്ള ഇപ്പോൾ TVS മോട്ടോർ കമ്പനി എടുക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഓഹരി ഏകദേശം 3%
ശതമാനത്തിന് മുകളിൽ ഒരു ഇടിവിലേക്ക് കടക്കുന്ന ഒരു കാഴ്ചയാണ് ജാസ്മിൻ കാണാൻ സാധിക്കുന്നത്. സംവേദന മദേഴ്സൺ ഇന്റർനാഷണലിലെ ഓഹരികൾ 2% ഒരു ഇടിവും നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. നിഫ്റ്റി എനർജിയിലേക്ക് നോക്കുകയാണെങ്കിൽ 0.25% മുകളിലുള്ളൊരു നേട്ടത്തോടു കൂടി ഏകദേശം 275 പോയിന്റുകളുടെ ഒരു നേട്ടമാണ് നിഫ്റ്റി എനർജിയിലുള്ളത്. 34,811 എന്ന് പറഞ്ഞ ഒരു നിരക്കിലാണ് നിഫ്റ്റി എനർജി ഇപ്പോൾ ഉള്ളത്. ഇതിൽ തന്നെ ഇന്ദ്രപ്രസ്ഥ ഗ്യാസിന്റെ ഓഹരികൾ ഇപ്പോൾ 2.25% ഒരു നേട്ടമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ദ്രപ്രസ്ഥ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം ആന്റിക്കിന്റെ ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് കൂടി നമുക്ക് ലഭ്യമായിരിക്കുന്നുണ്ട്. ഒരു സെൽ റേറ്റിംഗ് ആണ് കമ്പനിക്ക് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറയുന്നത് 164 രൂപയാണ്. കമ്പനിയുടെ കോർ മാർജിൻ പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ല, വീക്കായി തുടർന്നു എന്നതാണ് ആന്റിക്ക് ഇതിൽ കാണുന്ന ഒരു കാര്യം. കൂടാതെ കമ്പനിയുടെ വോളിയം ഗ്രോത്ത് പരിശോധിക്കുകയാണെങ്കിലും അതിലും കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതായി നിലനിർത്താൻ കമ്പനിക്ക് സാധിച്ചില്ല. കമ്പനിയുടെ സബ്സിഡിയറീസിലേക്ക് കടക്കുകയാണെങ്കിൽ സബ്സിഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും ഒരു മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചില്ല. കമ്പനിയുടെ EPS മാർജിനും ഇപ്പോൾ നിലവിൽ ഒരു കുറവ് വരുത്തിയിട്ട് ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് ഈ ആന്റിക്ക് ഒരു സെൽ റേറ്റിംഗ് നൽകിയിട്ടുണ്ടെങ്കിലും നിലവിലെ മാർക്കറ്റ് പരിശോധിക്കുമ്പോൾ ഇന്ദ്രപ്രസ്ഥ ഗ്യാസിന്റെ ഓഹരികൾ 2% മുകളിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണുള്ളത്. മറ്റ് കമ്പനികളുടെ സുസ്ലോൺ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 1% മുകളിലുള്ളൊരു നേട്ടം കാഴ്ചവെക്കുന്നു. ജയപ്രകാശ് പവറിന്റെ ഓഹരികൾ നോക്കുകയാണെങ്കിൽ 1% മുകളിലും ഹിറ്റാച്ചി എനർജി 1.5% ഒരു നേട്ടമാണ് നിഫ്റ്റി എനർജി സെക്ടറിൽ നിന്ന് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മറ്റ് കമ്പനികളായിട്ടുള്ള കാസ്ട്രോൾ ഇന്ത്യ, തേർമാക്സ് എന്നീ ഓഹരികൾ നോക്കുമ്പോൾ 2%-ഓളം 1.5% മുകളിലുമുള്ളൊരു ഇടിവാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൂചികയായിട്ട് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി ഫാർമ സൂചികയാണ്. ഏകദേശം 1.25% ഒരു ഇടിവ് നിഫ്റ്റി ഫാർമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ 21,640 എന്ന് പറയുന്ന ഒരു നിരക്കിലാണ് നിഫ്റ്റി ഫാർമയിൽ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ ടോപ്പ് ഗെയിനറായിട്ട് പറയാനുള്ളത് ആകെ മാൻകൈൻഡ് ഫാർമ, നാറ്റ്കോ എന്നീ പറയുന്ന കമ്പനികളുടെ ഓഹരികൾ വളരെ മാർജിനലായി ഏത് നിമിഷവും നെഗറ്റീവിലേക്ക് കടക്കാവുന്ന ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ച മാത്രമാണുള്ളത്. മറ്റു കമ്പനികളായിട്ടുള്ള ലുപ്പിൻ നോക്കുകയാണെങ്കിൽ 1.5%-ഓളം, ഗ്ലാൻഡ് 0.5%-ഓളം, ഗ്ലെൻമാർക്ക് ഫാർമ 1% മുകളിലും, സൺഫാർമ 1.5% മുകളിലുമുള്ളൊരു ഇടിവ് നേരിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിഫ്റ്റി ഫാർമയിൽ നിന്ന് കാണുന്നത്. മറ്റ് വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ ഇന്നലെ IPOയ്ക്ക് വേണ്ടി മാർക്കറ്റിൽ വന്നിരുന്ന ഏത്തർ IPOയുടെ ഓഹരികൾക്ക് ഇന്നലെ ഒരു 17% സബ്സ്ക്രിപ്ഷനാണ് ലഭിച്ചത് എന്നൊരു വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ആകെ 2,981 കോടി രൂപ സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഈ ഒരു IPO നടപ്പാക്കിയിരിക്കുന്നത്. ഇതിൽ തന്നെ 2,626 കോടി രൂപയും കമ്പനി ഒരു പുതിയ ഓഹരികളിൽ നിന്ന് ന്യൂ ഫണ്ട് ഓഫറിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. OFS ആയിട്ട് ഓഫർ ഫോർ സെയിലായിട്ട് സമാഹരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് 354 കോടി രൂപയുമാണ്. പ്രൈസ് ബാൻഡ് കമ്പനി കണ്ടിരിക്കുന്നത് 304 മുതൽ 321 എന്നൊരു നിരക്കിലുള്ള ഒരു പ്രൈസ് ബാൻഡാണ് കമ്പനി കണ്ടിരിക്കുന്നത്. കമ്പനിയുടെ ഈ ഒരു ഇഷ്യൂ അവസാനിക്കുക, അതായത് നാളെ ഏപ്രിൽ 30 ഈ ഒരു IPO അവസാനിക്കും എന്നൊരു വാർത്ത കൂടിയാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. മറ്റ് ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് കോളായി നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് മോത്തിലാൽ ഓസ്വാൾ നിപ്പോൺ ലൈഫിന് ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുകയാണ്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നിലവിൽ പറയുന്നത് 750 രൂപയാണ്. നിലവിൽ 636 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പനിയുടെ ഒരു മാർക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിൽ കമ്പനി ഇപ്പോൾ മികച്ച ഒരു പെർഫോമൻസ് തന്നെ ഉണ്ടായിരിക്കുന്നു. മാർക്കറ്റ് ഷെയറിൽ വളർച്ച ഉണ്ടാക്കാൻ കമ്പനിക്ക് സാധിച്ചിരിക്കുന്നു. ഒരു അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഇയർ ഓൺ ഇയർ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ക്വാർട്ടർലി ആവറേജിൽ 29% ഒരു നേട്ടം കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നു. എങ്കിൽ കൂടിയും ഇപ്പോൾ SIPകൾ കാര്യമായി വളരുന്നില്ല എന്നൊരു സെക്ടറൽ പ്രശ്നം കമ്പനി നേരിടുന്നു എന്നൊരു കാഴ്ചപ്പാടാണ് മോത്തിലാൽ ഓസ്വാളിനുള്ളത്. ജാസ്മിൻ, നമ്മൾ മാർക്കറ്റിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നിലവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒരു 0.10% ഒരു നേട്ടത്തിലേക്ക് നിഫ്റ്റി ചുരുങ്ങിയിരിക്കുന്നു. അതായത് 25 പോയിന്റുകൾക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം മാത്രമാണ് നിഫ്റ്റിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിലവിൽ 24,358 എന്ന് പറയുന്ന ഒരു നിരക്കിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു നിഫ്റ്റിയാണ് ജാസ്മിൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാർക്കറ്റിന്റെ വിവരങ്ങളാണ്, നിലവിലത്തെ സ്ഥിതിഗതികളാണ് ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്ന് നിഖിൽ നൽകിയിട്ടുള്ളത്. അനീഷ് സർ, നമ്മൾ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഡിഫൻസ് മേഖലയിലെ എല്ലാ സ്റ്റോക്കുകളിലും ഒരു മുന്നേറ്റമുണ്ട്. 1% മുകളിൽ മുതൽ 5.5%, 6% അപ്പുറത്തേക്കുള്ള ഒരു വലിയ മുന്നേറ്റമാണ് നമുക്ക് ഡിഫൻസ് മേഖലയിൽ കാണാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി പാരാസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജി 6.5% മുന്നേറ്റം രേഖപ്പെടുത്തുന്നു. ഡാറ്റ പാറ്റേൺസ് 5.5% നേട്ടം രേഖപ്പെടുത്തുകയാണ്. ഭാരത് ഇലക്ട്രോണിക്സ് ഇന്നും നേട്ടത്തിൽ തുടരുന്നു. നിഫ്റ്റി ടോപ്പ് ഗെയിനർ പട്ടികയിലുണ്ട്. 3.5% നേട്ടം രേഖപ്പെടുത്തുകയാണ്. ആസ്ട്ര മൈക്രോവേവിന്റെ ഓഹരികളിലേക്ക് വന്നാലും 3% ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇന്ത്യ പാക് സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നതും അതോടൊപ്പം തന്നെ 26 റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇതിന്റെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 63,000 കോടിക്ക് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു കരാറിലേക്ക് എത്തിപ്പെടുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഡിഫൻസ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്.
ഇതിൽ ചോദിക്കുന്നത് ആസ്ട്ര മൈക്രോവേവിനെ കുറിച്ചാണ്. നിലവിൽ 2.5% കൂടുതൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്ന ഒരു സ്റ്റോക്കാണ് ആസ്ട്ര മൈക്രോവേവ് എന്ന് പറയുന്നത്. 834 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു ലോങ് ടേം വിലയിരുത്തൽ എങ്ങനെയാണ് സാറിനെ സംബന്ധിച്ചിടത്തോളം? നമ്മുടെ ഡിഫൻസിൽ അതേപോലെ സ്പേസ് ലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് വളരെയധികം ഓപ്പർച്യൂണിറ്റി. കാരണം നമ്മളുടെ സ്പെൻഡിങ് ഏതായിരുന്നാലും ഈ സെഗ്മെൻറ്റിൽ, പ്രത്യേകിച്ച് ഡിഫൻസ് ആൻഡ് സ്പേസിൽ, അതേപോലെ തന്നെ ഡിഫൻസ് സെക്ടറിലുള്ള സ്പേസ് ഓർഗനൈസേഷൻസിലൊക്കെ കൂടുവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഒരുപാട് ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനെതിരായിട്ടുള്ള മെഷേഴ്സ് അത് മെക്കാനിക്കലി അതേപോലെ തന്നെ നമ്മുടെ സാറ്റലൈറ്റ് വഴിയൊക്കെ എടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഇനി കാണുന്നത്. കാരണം ഒരുപാട് നമ്മളുടെ വലിയൊരു ബൗണ്ടറിയെ നമ്മൾക്ക് സുരക്ഷിതമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരുപാട് സ്പെൻഡിങ് നമുക്ക് അതിലേക്ക് വരാനുണ്ട്. അതിൻ്റെ സ്പെൻഡിങ് കൂടുമെന്ന് തന്നെയാണ് ഗവൺമെൻറ്റിലെ ഇപ്പോൾ വരുന്ന ന്യൂസുകളെല്ലാം തന്നെ ഉള്ളത്. അത് ഒരു ഷോർട്ട് ടൈം ഫിനോമിന അല്ല, ഇതൊരു ലോങ് ടൈം ഫിനോമിനയാണ്. അതായത് നമ്മളൊരു കുറച്ച് കാലങ്ങൾ കൊണ്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കേണ്ട കുറേ ടാർഗറ്റുകൾ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഗവൺമെൻറ് സ്പെൻഡിങ് കൂട്ടാനുള്ള സാധ്യതയാണ്. അതുകൊണ്ടാണ് ഈ കമ്പനികളിൽ നമ്മൾ ഈ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ കാണുന്നത്. ഞാൻ ഈ മേഖലകളിലൊക്കെ തന്നെ പോസിറ്റീവാണ്. ഇപ്പോൾ ആസ്ട്ര മൈക്ര എന്ന് പറയുന്ന ഡിഫൻസ് ഉണ്ട്, സ്പേസ് ഉണ്ട്, ഈ മേഖലകളിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അതേപോലെ മറ്റ് ഡിഫൻസ് എന്ന് പറയുന്ന കമ്പനി, അതെല്ലാം തന്നെ ഇതിലേക്ക് പ്രവർത്തിക്കുന്നു. പിന്നെ ഡ്രോൺസ് ഉണ്ടാക്കുന്ന കമ്പനികൾ, ഇതിനെല്ലാം തന്നെ ഇനി ഭാവിയിലേക്കുള്ള ആവശ്യങ്ങൾക്കായി ഗവൺമെൻറ് ഇപ്പോൾ കൂടുതലും ഡൊമസ്റ്റിക് ഓർഡേഴ്സാണ് കൊടുക്കുന്നത്. പിന്നെ സോഫിസ്റ്റിക്കേറ്റുള്ള വലിയ ടെക്നോളജി ആവശ്യമായുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ആ സമയത്ത് മാത്രമാണ് ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ് പുറത്തുനിന്ന് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഡൊമസ്റ്റിക് അലോക്കേഷനിലാണ് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാനുള്ള സാധ്യത. അതേപോലെ തന്നെ ഈ മെയിൻ്റെനൻസിൻ്റെ കാര്യങ്ങൾ പിന്നെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഡൊമസ്റ്റിക്കിനെയാണ് കൂടുതൽ, അതായത് ഡൊമസ്റ്റിക് കമ്പനികളെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വരുന്ന അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂജ് ആയിരിക്കും. അപ്പോൾ അതിലൊക്കെ മെയിൻ പാർട്ടിസിപ്പേഷൻസ് ഗവൺമെൻറ് കമ്പനികളും അതേപോലെ തന്നെ പ്രൈവറ്റ് കമ്പനികളിലും എപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ആസ്ട്ര മൈക്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. കാരണം ഇതൊരു ടെക്നിക്കലി പറയുകയാണെങ്കിൽ നിയർ ടു ദ റെസിസ്റ്റൻസ് പോയിൻറ്റ് 875 എന്ന് പറയുന്ന ഒരു ടെക്നിക്കലി റെസിസ്റ്റൻസ് പോയിൻ്റ് അടുത്താണ്. അവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവുകയാണെങ്കിൽ വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്സ്, അതിനുള്ള ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഇപ്പോൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കതിൽ നോക്കിക്കഴിഞ്ഞാൽ വോളിയത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വളരെ ഹൈ ആയിട്ടാണ് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ ഒരു 1-2-3 വീക്സ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളുടെ വോളിയത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നത് വളരെയധികം പോസിറ്റീവാണ് ഈ സ്റ്റോക്സിനെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ മൂവ്മെൻറ്റ്സ്, ഇത് വോൾട്ടാലിറ്റി കൂടിയ ഒരു സ്റ്റോക്സാണ്, റീറ്റെയിൽ പാർട്ടിസിപ്പേഷനൊക്കെ ഉള്ള ഒരു സ്റ്റോക്സ് തന്നെയാണ്. അപ്പോൾ വോൾട്ടാലിറ്റി കൂടിയ ഒരു സ്റ്റോക്സ് തീർച്ചയായിട്ടും ഈ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് പോയിൻ്റ് മുകളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ സ്പീഡിലുള്ള മൂവ്മെൻറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ 875 ആണ്. അതിന് മേളിലും പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു 1000 ലെവലിലൊക്കെ ഇതിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഇമീഡിയറ്റ് സപ്പോർട്ട്സ് ആണ് നമുക്കൊരു 760 ആ ലെവലിലാണ് കാണുന്നത്. കാരണം ഇത് വോൾട്ടാലിറ്റി കൂടിയതായതുകൊണ്ട് ഇത് താഴെയാണ് സപ്പോർട്ട് ലെവൽസ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വളരെ പോസിറ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അത് പോസിറ്റീവായിട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വളരെയധികം ഒരു മൂവ്മെൻറ്റ്സ്, ഹൈ മൂവ്മെൻറ്റ്സ് വരാനുള്ള സാധ്യതയുള്ള സ്റ്റോക്സാണ്. സർ, ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് മിസ്റ്റർ പ്രദീപ് ചന്ദ്രശേഖരൻ സാർ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. പ്രദീപ് സർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് ജാസ്മിൻ, മോർണിംഗ് വ്യൂവേഴ്സ്. യെസ് സാറ്, നമുക്ക് നിഫ്റ്റി വെച്ച് തന്നെ തുടങ്ങാം. സാറ് മാർക്കറ്റ് പ്ലസിന്റെ സെഷനിലൊക്കെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു മുന്നേറ്റം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു എങ്കിൽ പോലും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് മോഡിലേക്ക് നിഫ്റ്റി കടക്കും എന്നുള്ള ഒരു സൂചന സാർ നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് സമാനമായി തന്നെ ഇപ്പോൾ നിഫ്റ്റി പെർഫോമും ചെയ്യുന്നുണ്ട്. രാവിലത്തെ ആ ഒരു അഗ്രസീവ് മൂവ്മെന്റ് ഒന്നും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. 24,457 എന്നുള്ളൊരു ഡേ ഹൈ ക്രിയേറ്റ് ചെയ്ത ശേഷം ഇപ്പോൾ 24,344 എന്നുള്ളൊരു നിലവാരത്തിലേക്ക് എത്തി നിൽക്കുകയാണ് നിഫ്റ്റി 50 എന്ന് പറയുന്നത്. നിഫ്റ്റി 50യുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു മൂവ്മെന്റിനെ വെച്ച് നോക്കുന്ന സമയത്ത് പല ഇൻവെസ്റ്റേഴ്സും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നും അത്തരത്തിലുള്ള ഒരു വലിയൊരു മൂവ്മെന്റ് പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു മാർക്കറ്റിലേക്ക് കടന്നിരുന്നതും. ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിനെയും അല്ലെങ്കിൽ ഇനി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും സാർ വാച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ജാസ്മിൻ, നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് എ വെരി നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ്. ആൻഡ് എനിക്ക് തോന്നുന്നില്ല നിഫ്റ്റിയിലെ കാര്യമായിട്ടൊരു ഇടിവന്യം നമ്മൾ കാണുമെന്ന്. നമ്മൾ മേജറായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 23,700 പോയിന്റ്. ബട്ട് ഇന്നത്തെ ഡേ ഹൈ നിഫ്റ്റി 50ക്ക് ഇന്ന് തന്നെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ അതിശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ആയിരിക്കും നമ്മൾ നിഫ്റ്റി 50യിൽ കാണാൻ പോകുന്നത്. സോ നിഫ്റ്റി 50യിൽ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു പോസിറ്റീവ് എനിക്കൊരു ഔട്ട്ലുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി മാസങ്ങൾക്ക് ശേഷം റിലയൻസ് ഇൻഡസ്ട്രീസ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറ്റിയിട്ടുണ്ട്.
അതിനോടൊപ്പം തന്നെ അണ്ടർടോൺ ഇൻ ബാങ്കിങ് സ്റ്റോക്സ് ഇസ് ഓൾറെഡി വെരി വെരി ബുള്ളിഷ്. നിഫ്റ്റി ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള ഗ്രാസിം മുതലായ സ്റ്റോക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒത്തിരി ബുള്ളിഷ്നെസ്, ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്സിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. So I am very very confident that the Nifty short term and long term trend is now bullish. സാർ ഇൻഡിക്കേറ്റ് ചെയ്തതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോഴും വളരെ മികച്ച റിസൾട്ടുകൾ പല ബാങ്കിങ് കമ്പനികളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എസ്പെഷ്യലി അസറ്റ് ക്വാളിറ്റിയിൽ അടക്കം കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം വരുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നു കമ്പയർ ടു ലാസ്റ്റ് ക്വാർട്ടർ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ പരിശോധിക്കുന്ന സമയത്ത്. ഈ ഒരു അല്ലെങ്കിൽ ബാങ്കിങ് ഓഹരികളെ സംബന്ധിച്ചിടത്തോളം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മുന്നേറ്റം തന്നെയാണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് കരുത്ത് പകരുന്നത് എന്ന് തന്നെ പറയാം. നിഫ്റ്റിക്ക് സമാനമായിക്കൊണ്ട് ബാങ്കിങ് മേഖലയിലും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ബുള്ളിഷായി തുടരുക തന്നെയാണ്. ആ ഒരു ബുള്ളിഷ് മൊമെന്റം ഇനിയും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത എത്രമാത്രമാണ്? അങ്ങനെയെങ്കിൽ വാച്ച് ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? ജാസ്മിൻ, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നമ്മൾ നിഫ്റ്റി 50യോട് കൂടെ കമ്പയർ ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 2 മാസമായിട്ട് നമുക്ക് ഔട്ട് പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ബാങ്കിങ് സ്റ്റോക്സിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രംപിന്റെ ടാരിഫ് അനൗൺസ്മെന്റിന്റെ സമയത്ത് പോലും നമുക്ക് വലിയൊരു ഇടിവ് ബാങ്കിങ് സ്റ്റോക്സിൽ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. ഒത്തിരി സ്ട്രെങ്ത് ആയിരുന്നു ബാങ്കിങ് സ്റ്റോക്സ് നമുക്ക് കാഴ്ചവെച്ചത്. അതിൽ എടുത്തു പറയാനുള്ളത് ഇറ്റ് ഈസ് ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, HDFC ബാങ്ക്, കോട്ടക് ബാങ്ക്, 4 ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. ഇതേ ഒരു അപ്വേർഡ് മൂവ്മെന്റിലോട്ട് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്ന സ്മോൾ ഫൈനാൻസ് ബാങ്ക്സ് ആയിട്ടുള്ള AU ബാങ്ക് പോലും പങ്കുചേരാൻ തുടങ്ങി. അഫ്കോഴ്സ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് നോക്കുമ്പോഴേക്കും ഈ പാർട്ടിയിലോട്ട് ജോയിൻ ചെയ്യാൻ അല്പം താമസിച്ചിട്ടുണ്ട്. എങ്കിലും വലിയ PSU ബാങ്ക്സ്, എസ്പെഷ്യലി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലൊക്കെ ഐ എം സീയിങ് എ ലോട്ട് ഓഫ് അപ്സൈഡ് ദ പൊട്ടൻഷ്യൽ. നൗ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഓൾറെഡി ഇറ്റ് ഇസ് ട്രേഡിംഗ് അറ്റ് ആൻ ഓൾ ടൈം ഹൈ. ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് 55,900 പോയിന്റ് റെസിസ്റ്റൻസ് ഇന്നല്ലെങ്കിൽ അടുത്ത 2 ട്രേഡിംഗ് സെഷൻസിൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ വലിയൊരു കുതിപ്പ കാണാൻ പോകുന്നത്. ബിക്കോസ് ദ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 57,600, അതിനുശേഷം 58,400, അതിനുശേഷം 59,200 പോയിന്റാണ് കാണുന്നത്. മൈ എക്സ്പെക്ടേഷൻ അടുത്ത 3-4 മാസത്തിനിടെ we are going to see all these resistance levels getting broken. പ്രദീപ് സാർ, സെക്ടേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഫാർമ മേഖല 1.28% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ലാസ്റ്റ് ഡേയിലെ ട്രേഡിംഗ് നോക്കുന്ന സമയത്ത് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നാച്ചുറലായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. വലിയൊരു മൂവ്മെന്റ് ഹെൽത്ത് കെയർ ഫാർമ മേഖലകളിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ഫാർമയിൽ എസ്പെഷ്യലി സിപ്ലെ അടക്കം ഇന്ന് ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. നിഫ്റ്റി ടോപ്പ് ലോസർ പട്ടികയിൽ സിപ്ലെ ഉണ്ട്. ഫാർമ മേഖലയെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ ഒരു വ്യൂ എങ്ങനെയാണ്? ട്രെൻഡ് എങ്ങനെയാവാനുള്ള ഒരു സാധ്യതയാണുള്ളത്? ജാസ്മിൻ, എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ പെടാത്തൊരു സെക്ടർ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി സ്റ്റോക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിലെ എല്ലാ കമ്പനികൾക്കും അമേരിക്കൻ മാർക്കറ്റിലോട്ട് ഒത്തിരി എക്സ്പോർട്സ് ഉണ്ട്. സോ അതിൽ ആദ്യത്തെ ഒരു പ്രോബ്ലം ഞാൻ എപ്പോഴും കണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ US FDA എവിടെയെങ്കിലും ഒരു ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് ഒരു നെഗറ്റീവ് ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഇറക്കി കഴിഞ്ഞാൽ വലിയൊരു സെൽ ഓഫാണ് നമ്മൾ ഫാർമ സ്റ്റോക്സിൽ കാണുന്നത്. ആൻഡ് എസ്പെഷ്യലി ഇപ്പോൾ ട്രംപിന്റെ ആ ഒരു ടാരിഫ് അനൗൺസ്മെന്റ്സിനെ തുടർന്ന് വീണ്ടും ആ ഒരു വീക്ക്നെസ്, സെല്ലിംഗ് പ്രഷർ നമുക്ക് ഫാർമ സ്റ്റോക്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ഫാർമ ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. 22,200 പോയിന്റിന്റെ മുകളിൽ ഫാർമ ഇൻഡെക്സ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ട് ഒരു മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. സോ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും വളരെ ചുരുക്കം ഫാർമ സ്റ്റോക്സിൽ എനിക്കൊരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നു. അതിൽ എടുത്തു പറയാനുള്ളത് മൾട്ടിനാഷണൽ കമ്പനി ആയിട്ടുള്ള ആബോട്ട് ഇന്ത്യ, അതുപോലെ തന്നെ ഗ്ലാക്സോ. ഈ 2 സ്റ്റോക്സിൽ എനിക്ക് അല്പം ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുള്ളൂ. മറ്റ് സ്റ്റോക്സ് എല്ലാം അറ്റ് ദ മൊമെന്റ് ഞാൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി നോക്കുന്നില്ല. പ്രദീപ് സർ, അതോടൊപ്പം തന്നെ FMCG മേഖലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇയർ ടു ടിൽ ഡേറ്റിൽ കമ്പാരിറ്റീവ് ടു പല സെഗ്മെന്റ്സും ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലീസ്റ്റ് ആയിട്ടുള്ള ഒരു ഇടിവ് വന്നിരിക്കുന്നത് FMCG മേഖലയിലായിരുന്നു. FMCG മേഖലയുടെ ഒരു അണ്ടർ പെർഫോമൻസ് അവസാനിക്കുകയാണോ എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്കുള്ളത്. അതോടൊപ്പം തന്നെ നെസ്ലെ ഇന്ത്യ പ്രതീക്ഷകൾക്കൊത്തുയരാത്തൊരു പാദഫലമായിരുന്നു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഗ്രാജുവലി ഒരു ഇടിവ് സ്റ്റോക്കിൽ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. നെസ്ലെ ഇന്ത്യ ആൻഡ് FMCG സെഗ്മെന്റിന്റെ സാറിന്റെ ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണ്?
സോ ജാസ്മിൻ പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്ക് FMCG ഇൻഡെക്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് മാർച്ച് മാസത്തിന് ശേഷം ഗ്രാജുവൽ ആയിട്ട് ഒരു റിക്കവറിയ FMCG ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നത്. ബട്ട് ഇത് എന്തൊരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ 66,000 പോയിന്റിൽ ട്രേഡ് ചെയ്തിരുന്ന FMCG ഇൻഡെക്സ് ഓൾമോസ്റ്റ് ഒരു 50,000 പോയിന്റിലോട്ട് ഇടിഞ്ഞിരുന്നു. അവിടെ നിന്ന് നമ്മൾ ആക്ച്വലി ഇനീഷ്യലി കണ്ടത് ഷോർട്ട് കവറിങ്, അതിനുശേഷം ഒരു നേരിയ ബൈയിങ് ഇൻട്രസ്റ്റും കാണാൻ സാധിച്ചിരുന്നു. എങ്കിലും ഇത്രയും വലിയൊരു റിക്കവറിയെ തുടർന്നിട്ട് പോലും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ ബെയറിഷ്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ FMCG ഇൻഡെക്സ് 58,000 പോയിന്റ്സിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ. ഇതിൽ നെസ്ലെ ഇന്ത്യയുടെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും ആക്ച്വലി നെസ്ലെ ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റ് പെർഫോമൻസ് നോക്കുമ്പോഴേക്കും നമുക്ക് കഴിഞ്ഞ 3-4 ആഴ്ചകൾക്കിടെ നല്ലൊരു റിക്കവറിയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ആൻഡ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. സോ നെസ്ലെ ഇന്ത്യയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 2,290 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ ലോങ് ടേം ട്രെൻഡ് വീണ്ടും ബെയറിഷായി മാറത്തുള്ളൂ. എങ്കിലും നെസ്ലെ ഇന്ത്യ അപേക്ഷിച്ച് എനിക്ക് നെസ്ലെ ഇന്ത്യയിൽ പേഴ്സണലി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല അറ്റ് ദ മൊമെന്റ്. കാര്യം റിസ്ക് ടു റിവാർഡ് റേഷ്യോ ശ്രദ്ധിക്കുമ്പോഴേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന വൺ ഇസ് ടാറ്റ കൺസ്യൂമർ. ഡിസ്ക്ലോഷർ എനിക്ക് ടാറ്റ കൺസ്യൂമറും അതുപോലെ തന്നെ കോൾഗേറ്റ് അപ്പാമലിലും ഓൾറെഡി എനിക്ക് നിലവിൽ ഒരു ലോങ് പൊസിഷൻ ഉണ്ട്. ടാറ്റ കൺസ്യൂമർ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഓൾറെഡി ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. മാരിക്കോയുടെ കേസിൽ വി ആർ സീയിങ് ബുള്ളിഷ്നെസ്. അതുപോലെ തന്നെ ബ്രിട്ടാനിയയുടെ കേസിൽ നമുക്കൊരു ടേൺ റൗണ്ട് ഇൻ ദ ഫോർച്യൂൺ കാണാൻ സാധിക്കുന്നുണ്ട്. കോൾഗേറ്റ് ഹൗവെവർ ഈവൻ ഈ പറഞ്ഞ എല്ലാ FMCG സ്റ്റോക്സിനോട് കമ്പയർ ചെയ്യുമ്പോൾ അണ്ടർ പെർഫോമൻസ് ആണ് നൽകിക്കൊണ്ടിരുന്നത്. ബട്ട് കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ ഈ ഒരു സ്റ്റോക്കിൽ ഷോർട്ട് കവറിങ്ങും അതിനെ തുടർന്ന് ബൈയിങ് ഇൻട്രസ്റ്റും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റോക്സിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്തൊക്കെ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും. ഐ തിങ്ക് ദ ഡൗൺ സൈഡ് റിസ്ക് ഇസ് ലോ ആൻഡ് റിസ്ക് ടു റിവാർഡ് റേഷ്യോ നോക്കുമ്പോഴേക്കും വളരെ ഫേവറബിൾ ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നു. പ്രദീപ് സാർ, നമ്മൾ ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെന്റ് പരിശോധിക്കുന്ന സമയത്ത് ഇന്നത്തെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. 0.5% ഒരു മൂവ്മെന്റ് രേഖപ്പെടുത്തുന്നുണ്ട് ഇൻഡെക്സിൽ. കാസ്ട്രോളിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. കാസ്ട്രോളിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഈ ഒരു ഇന്ത്യൻ ലൂബ്രിക്കൻ മാർക്കറ്റിൽ 20 മുതൽ 25% മാർക്കറ്റ് ഷെയർ അക്വയർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇന്ന് ഒരു ഇടിവാണ് കാസ്ട്രോളിന്റെ റിസൾട്ടുകൾക്ക് ശേഷം. ഒരു ഭേദപ്പെട്ട റിസൾട്ടുകൾ തന്നെയായിരുന്നു. അതിനുശേഷം നാച്ചുറലി കാണുന്ന ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് മാത്രമാണോ ഇന്ന് ഈ സ്റ്റോക്കിൽ കാണുന്നത്? കാസ്ട്രോൾ ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റ് പെർഫോമൻസ് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഇത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. നമുക്ക് ഇതിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഇതിന്റെ ഒരു മെയിൻ റെസിസ്റ്റൻസ് 222 രൂപയല്ല. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കാസ്ട്രോൾ ഇന്ത്യയിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കാൻ പോകുന്നുള്ളൂ. ഇവിടെ ഒരു ക്ലാരിഫിക്കേഷൻ നൽകാനുള്ളത്, ഗ്യാസ് ഇൻഡെക്സ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് കാസ്ട്രോൾ ഇന്ത്യ is not directly affected by oil and gas index. Oil and gas index ഇത്രത്തോളം നമുക്ക് റിക്കവറി നേട്ടവും തരാനുള്ള മെയിൻ റീസൺ ഇസ് റിലയൻസ് ഇൻഡസ്ട്രി, ONGC. സോ നമ്മൾ ആ ഇൻഡെക്സിന്റെ കോമ്പോസിഷൻ നമ്മൾ സ്റ്റഡി ചെയ്യണം. അതിനുശേഷം വേണം നമ്മൾ ഏത് സ്റ്റോക്സിലാണ് നമുക്ക് മുന്നേറ്റം കാണുന്നതെന്ന് പഠിക്കുക. അതിനുശേഷം മാത്രം ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുക. ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. 11,350 പോയിന്റ് മേജർ റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വി വിൽ സീ ലോങ് ടേം ട്രെൻഡ് ടേണിംഗ് ബുള്ളിഷ്. യെസ് പ്രദീപ് സർ, അദാനി ഗ്രീനിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ക്വാർട്ടർലി നമ്പേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 21% ഒരു അപ്പ് മൂവ്മെന്റ് റവന്യൂവിൽ ഉണ്ടായിട്ടുണ്ട്. എബിഡ 31% മുന്നേറ്റം രേഖപ്പെടുത്തിയിരിക്കുന്നു. മാർജിനിലും ഒരു മെച്ചപ്പെടുത്തൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ സ്റ്റോക്ക് ഇന്നൊരു ഫ്ലാറ്റ് നോട്ടിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അദാനി ഗ്രീൻ എനർജിയെ സംബന്ധിച്ചിടത്തോളം ഇയർ ടു ടിൽ ഡേറ്റിൽ 9.67% ഒരു നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഈ ഒരു അണ്ടർ പെർഫോമൻസിനെ എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത്? അതോ ഈ ഒരു പെർഫോമൻസ് ഇനി തുടരാനുള്ള ഒരു സാധ്യത എങ്ങനെയാണ് അദാനി ഗ്രീനിനെ സംബന്ധിച്ചിടത്തോളം? അദാനി ഗ്രീനിന്റെ പെർഫോമൻസ് നോക്കുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമ്മൾ അദാനി എനർജി, അദാനി പോർട്ട്, അദാനി പവർ, അദാനി എന്റർപ്രൈസസ് മുതലായ സ്റ്റോക്സിലൊക്കെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ബട്ട് അതിൽ ഒന്ന്
അഡാനി ഗ്രീനിനെ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. സോ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് കണ്ടിന്യൂ ടു ബി ബെയറിഷ്. അഡാനി ഗ്രീനിന്റെ കേസിൽ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് 1000 രൂപ. 1000ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീട് ഒരു മേജർ റെസിസ്റ്റൻസ് 1120, അതിനുശേഷം 1280. 1280ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഈ സ്റ്റോക്കിൽ അതിശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അനീഷ് സാർ, അദാനി സ്റ്റോക്സിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പൊതുവെ ഈ ഒരു സെഗ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഇപ്പോൾ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു അവസരം ഏതെങ്കിലും സ്റ്റോക്സിൽ സാർ കാണുന്നുണ്ടോ? ഇതിൽ ആൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ ചില സ്റ്റോക്സുകളിൽ മാത്രമാണ് ഇവിടെ അദാനി പോർട്ടിൻ്റെ കേസിലുണ്ട്. അതേപോലെ തന്നെ അദാനി എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയുള്ള ഷെയർസിലെല്ലാം തന്നെ ഈ ബൈയിങ് ഇൻട്രസ്റ്റ് കാണുന്നുണ്ട്. ബട്ട് നമ്മൾ ചില സ്റ്റോക്സുകൾ, അത് അവരുടെ സെക്കൻഡ് ലൈനിലുള്ള സ്റ്റോക്സുകളിലൊന്നും തന്നെ വരുന്നില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ ബൈയിങ് ഇൻട്രസ്റ്റ് കാണുന്നത് അദാനി പോർട്ടിലാണ്. അപ്പോൾ ആ സ്റ്റോക്സുകളിലൊക്കെയാണ് നമുക്ക് കൂടുതൽ പോസിറ്റീവായിട്ട് കാണാൻ കഴിയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലോട്ട് ശ്രദ്ധിക്കാം. പിന്നെ അദാനി പവറിൻ്റെ കേസിലും ചെറിയ മൂവ്മെൻറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിലേക്കും നമുക്ക് ശ്രദ്ധിക്കുകയാണ്. കാരണം അത് ഒരുപാട് ലോങ് ടൈമിൽ കറക്റ്റ് ചെയ്ത സ്റ്റോക്സാണ്. അപ്പോൾ അതിലേക്കും ബൈയിങ് വരാനുള്ള സാധ്യതയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ബട്ട് അദാനി പോർട്സിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു വളരെയധികം പോസിറ്റീവ് ഇനി അപ്കമിങ്ങിൽ വരാനുള്ള സാധ്യതയുണ്ട്. അറൗണ്ട് 1300 മുകളിലേക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ 1500 അടുത്തൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഈ ഒരു സ്റ്റോക്സ് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചിരിക്കുക. കാരണം അത് വളരെയധികം ഒരു ബേസ് ലെവൽ ക്രിയേറ്റ് ചെയ്തു, 1000 ലെവലിലും 1200 ലെവലിലൊക്കെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തതാണ് അദാനി പോർട്സ്. അപ്പോൾ അവിടെ നിന്ന് ഒരു മൂവ്മെൻറ്റ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു പോസിറ്റീവായിട്ട് 1500 വരെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഡൊമസ്റ്റിക്സിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ്, അത് എക്കോണമിയിലായിരുന്നാലും പുതിയ പോർട്സുകളുടെ ഡെവലപ്മെൻറ്റ്സിലൊക്കെ ആയിരുന്നാലും വരാനുള്ള സാധ്യതയുണ്ട്. അത് ലോജിസ്റ്റിക്സിലേക്ക് നമ്മൾ വളരെയധികം ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഗ്ലോബൽ ലോജിസ്റ്റിക്സിൽ. അപ്പോൾ ആ സമയത്തെല്ലാം തന്നെ ഈ സ്റ്റോക്സുകൾ പോസിറ്റീവായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അഗെയിൻ പ്രദീപ് സാർ, നമ്മൾ ഈ ടയർ സെഗ്മെന്റ് പൊതുവെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയർ ടു ടിൽ ഡേറ്റിൽ ഒട്ടുമിക്ക സ്റ്റോക്കുകളിൽ എല്ലാം തന്നെ നമുക്കൊരു നെഗറ്റീവ് റിട്ടേൺ ആണ് കാണാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി JK ടയർസ് ഒക്കെ 20% കൂടുതലുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഗോളതലത്തിൽ ഈ ഒരു ടയർ മേഖല അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി, ഒപ്പം തന്നെ ക്രൂഡ് വിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളൊക്കെ തന്നെ നിലനിൽക്കുമ്പോഴും ടയർ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം പൊതുവെ പല ബ്രോക്കറേജുകളും ഇനിയും 40% അപ്സൈഡ് പൊട്ടൻഷ്യൽ പറയുന്നുണ്ട്. എസ്പെഷ്യലി അപ്പോളോ ടയേഴ്സ്, MRF, അതോടൊപ്പം തന്നെ സിയറ്റിലൊക്കെ തന്നെ ഒരു മുന്നേറ്റം വരാനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. ഈ ഒരു മൂവ്മെന്റിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ഒപ്പം ടയർ മേഖലയെയും? ടയറിൽ ഇറ്റ് ഹാസ് ബീൻ എ മിക്സഡ് ബാഗ്. ബട്ട് എൻ്റെ ഒരു ശ്രദ്ധ ജാസ്മിൻ സൂചിപ്പിച്ച ഒരു ടയർ സ്റ്റോക്കിലും അല്ല. എൻ്റെ ഡാർക്ക് ഹോഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് അധികം ശ്രദ്ധയിൽപ്പെടാത്ത ഗുഡിയർ ഇന്ത്യ ഇസ് മൈ ഫേവറേറ്റ് ഇൻ ദ ടയർ സെഗ്മെന്റ് അറ്റ് ദ മൊമെന്റ്. ഇതിന്റെ മെയിൻ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു മെയ് 2023 ഇതിന്റെ ഒരു പീക്ക് ലെവൽ അറൌണ്ട് 1400 രൂപ. അതിനുശേഷം വലിയൊരു സെല്ലിംഗ് പ്രഷറായിരുന്നു ഈ സ്റ്റോക്ക് നേരിട്ടത്. ബട്ട് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ആൻഡ് ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് 230 രൂപയിൽ ഫോം ചെയ്തിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്നോ. സോ ഈ സ്റ്റോക്കിന്റെ ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 1000 രൂപ. സോ കറന്റ് ലെവൽസ് ഓഫ് 860 രൂപയിൽ നിന്നും ആ 1000 രൂപയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ വളരെ ഫേവറബിൾ ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. 1000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ MRFന്റെ കേസ് എടുക്കുമ്പോഴേക്കും MRFന്റെ കേസിൽ ഓൾറെഡി നമുക്ക് മാർച്ച് മാസത്തിന് ശേഷം വലിയൊരു നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾറെഡി ദ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഈസ് ബുള്ളിഷ് ഇൻ ദ കേസ് ഓഫ് MRF. ഇൻ ദ കേസ് ഓഫ് JK ടയർ ഓൾസോ നമുക്ക് മാർച്ച് മാസത്തിന് ശേഷം വലിയൊരു മുന്നേറ്റം JK ടയറിലും കാണാൻ സാധിക്കുന്നുണ്ട്. സോ ജനറലി സ്പീക്കിംഗ് നമ്മളിപ്പോൾ ടയർ ഇൻഡസ്ട്രി, ടയർ സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ മറ്റ് മേജർ സ്റ്റോക്സിലൊക്കെ ഓൾറെഡി നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രദീപ് സർ, അവസാനമായിട്ട് നൈക്കയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്ന് 2% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട് നൈക്ക. MSCI റീജെഗുമായി ബന്ധപ്പെട്ടിട്ട് നൈക്ക അതിലേക്ക് വരുമെന്നുള്ള ഒരു അപ്ഡേഷൻസ് ആണ് ഇന്ന് നൈക്കയുടെ സ്റ്റോക്കിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. പൊതുവെ നൈക്കയെ സംബന്ധിച്ചിടത്തോളം സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സ്റ്റോക്ക് ഇപ്പോഴും 197 രൂപ എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്.
സോ നൈക്കയുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഒത്തിരി മാസങ്ങളായിട്ട് ഒരു കൺസോൾട്ടേഷൻ മോഡിലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 185-190 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതോടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ മേജർ റെസിസ്റ്റൻസ് ഇനി കാണുന്നത് 220 രൂപ, അതിനുശേഷം 235. 235 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏതായാലും ഇന്ന് നമ്മൾ ഒരുപാട് നമ്മുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ വരുന്ന ഒരുപാട് സ്റ്റോക്കിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രദീപ് സാറിനും അനീഷ് സാറിനും പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ ഒരു സെഗ്മെന്റിൽ പങ്കെടുത്തതിന് ഒരുപാട് ക്വയറീസ് നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പോസിറ്റീവ് നോട്ടിൽ നിന്നും മാറി ഒരു നെഗറ്റീവിലേക്ക് എത്തുകയാണ്. 11 പോയിന്റുകളുടെ ഇടിവ് നിഫ്റ്റി 50 രേഖപ്പെടുത്തുന്നുണ്ട്. 24,318 ട്രേഡ് ചെയ്യുന്നത്. ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഒരു സമ്മിശ്രമായിട്ടുള്ള പ്രതികരണം നമുക്ക് കാണാൻ സാധിക്കുന്നു. കൂടുതൽ സ്റ്റോക്കുകളും ഇടിവിലേക്ക് പോകുന്ന ഒരു പ്രവണത നിഫ്റ്റി 50 കാണിക്കുകയാണ്. ഏതായാലും നാളെ ഒരു എക്സ്പയറി ദിനമാണ്. മാർക്കറ്റ് എങ്ങനെയാകും റിയാക്ട് ചെയ്യുക എന്നാണ് നിക്ഷേപകർ ഏറ്റവും അധികം ഉറ്റുനോക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ഓപ്പണിംഗ് ആഴ്സിന്റെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസുമായിട്ട് അടുത്ത മണിക്കൂറിൽ ഞങ്ങളുടെ റിസർച്ച് ടീമിൽ നിന്നും നിഖിൽ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.